ദുര്യോധനൻ ഉലൂകനോട് പറയുകയാണ്, പാണ്ഡവ സഭയിൽ ചെന്ന് ഓരോരുത്തരോടും പറയേണ്ട കാര്യങ്ങൾ. ഭീമസേനോട് ഇപ്രകാരമാണ് നീ പറയേണ്ടത്: വിരാട രാജധാനിയിൽ അരിവെപ്പുകാരനായി ജീവിച്ച നിന്റെ പൗരുഷം കാണിക്കുവാനുള്ള സമയമായിരിക്കുന്നു. നീ ചെയ്ത പ്രതിജ്ഞകളൊക്കെ നിറവേറ്റുന്നതെന്ന് കാണട്ടെ. യുദ്ധം ചെയ്യുന്നത് തീറ്റ തിന്ന് വയറു നിറയ്ക്കുന്നത് പോലെയല്ലെന്ന് ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. അതുപോലെ അർജുനൻ, നകുലൻ, സഹദേവൻ, വിരാടൻ, ദ്രുപദൻ, ദൃഷ്ടദ്യുമ്നൻ എന്നിവരോടെല്ലാം പറയേണ്ട വാക്കുകളും ദുര്യോധനൻ ഉലൂകനോട് പറഞ്ഞു. ആ വാക്കുകളെല്ലാം വളരെ ക്രൂരവും പ്രകോപനപരവുമായിരുന്നു. പ്രത്യേകിച്ചും അർജുനനോടുള്ള സന്ദേശത്തിൽ ദുര്യോധനന്റെ അഹംഭാവം മുഴുവൻ പ്രകടമായിരുന്നു. പാർത്ഥ, വിരാട രാജധാനിയിൽ പെണ്ണിനെപ്പോലെ അണിഞ്ഞൊരുങ്ങി കന്യകമാരെ നൃത്തം പഠിപ്പിച്ച് നീ താമസിച്ചില്ലേ? ചൂതിൽ തോറ്റപ്പോഴും ദ്രൗപദിയെ സഭയിൽ വെച്ച് അപമാനിച്ച സന്ദർഭത്തിലും നിന്റെ ആണത്തം എവിടെ പോയിരുന്നു? കാട്ടിൽ താമസിക്കുകയാണ് നല്ലതെന്ന് വിചാരിച്ച് നീ ഓടിപ്പോയില്ലേ? അങ്ങനെ പ്രകോപനപരമായ വാക്കുകൾ തന്നെ ദുര്യോധനന്റെ സന്ദേശം.